വിജയകാന്ത് സമാധി ഇവിടെയാണുള്ളത്. ഇവിടെ ഫുൾ ആളാണ്. അവിടെ ഫുൾ ആളാണ്. തമിഴ്നാട് സെക്രട്ടേറിയറ്റ്. അസ്സലാമലൈക്കും, നമസ്കാരം, ഗുഡ് ഈവനിങ് ഫ്രം ചെന്നൈ. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈയിൽ ബ്രോഡ്വേ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ ആ സ്ഥലത്താണ്. പാരി കോർണർ എന്ന് പറഞ്ഞ ആ ഒരു പ്രധാനപ്പെട്ട ചെന്നൈയിലെ ഓൾഡ് ടൗൺ ആയിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഞാനുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അങ്ങോട്ട് വന്നതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുന്നത്, ഇവിടുന്ന് ജസ്റ്റ് ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് മറീന ബീച്ചുള്ളത്. നമ്മൾ ആ ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ബസ് സ്റ്റാൻഡിൽ തന്നെ നമുക്ക് അങ്ങോട്ടുള്ള ബസ് കിട്ടും. 102 എന്നാണ് ബസ്സിൻ്റെ നമ്പർ പറഞ്ഞത്. ആ ബസ്സിന് കയറ്റി നമുക്ക് ബീച്ചിലേക്ക് പോകാം. ഏതായാലും ഇപ്പോൾ ഈവനിങ് സമയം ആയതുകൊണ്ട് ബീച്ചിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് കാഴ്ചകളൊക്കെ നന്നായിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. സോ നമുക്ക് നോക്കാം, ബീച്ചിൽ പോകാം. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഫുള്ള് കച്ചവടത്തിൻ്റെ ഇതാണ്. അതായത് പ്ലാറ്റ്ഫോം കച്ചവടമാണ് ഇവിടെ മൊത്തം നടക്കുന്നത്. 102 നോക്കട്ടെ ബസ്. 102 ഇതേ ഇവിടെ ഉണ്ട്. 102 ദിസ് ഈസ് 102 അടയാർ ഡിപ്പോട്ട്. ഇതിൽ കയറിയാലോ? ദിസ് ഈസ് 102. സെക്രട്ടേറിയറ്റ്, തമിഴ്നാട് സെക്രട്ടേറിയറ്റ്. രാജാജി റോഡ്. വിക്ടറി മെമ്മോറിയൽ. ബസ്സിലൊന്ന് ഇറങ്ങി ബീച്ച് റോഡിൻ്റെ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. നേതാജി റോഡ് അങ്ങോട്ട് പോകുന്നത് ഇവിടുത്തെ ചെന്നൈത്തെ പ്രധാനപ്പെട്ടുള്ള റോഡാണ്. സെക്രട്ടേറിയറ്റ് കാര്യങ്ങളൊക്കെ ആ ഭാഗത്തേക്കാണ് ഉള്ളത്. തുടക്കത്തിൽ കോർട്ട്, ചെന്നൈ കോർട്ടൊക്കെ, ഹൈക്കോർട്ടൊക്കെ ആ ഭാഗത്തുള്ളത്. അത് ആക്ച്വലി അവിടെ നിന്ന് വെച്ചാൽ നടന്നു വരികയാണെങ്കിൽ നമുക്ക് അതൊക്കെ കാണാൻ പറ്റും. പക്ഷേ കുറേ ദൂരം നടക്കണം. അതായത് നമ്മുടെ ബസ് ഇറങ്ങി ബീച്ചിൻ്റെ മെയിൻ എൻട്രൻസ് ഈ ഭാഗത്താണുള്ളത്. പോയി നോക്കാം മുന്നോട്ട്. ഇതൊക്കെ ബസ് സർവീസാണ് ഉണ്ടോ അവിടെ. ആ രണ്ട് മൊത്തം ബസ്സുകളാണ്. അപ്പോൾ ഇവിടെ പോവാം. നടക്കാൻ സ്ഥലമല്ല, അതിൻ്റെ ഇടയിൽ കൂടെ കച്ചവടം.
ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അതായത് VIPസിൻ്റെ സമാധിയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ജയിലിൽ തന്നെ ഉണ്ട് അണ്ണ കളൈഞ്ഞർ. അപ്പോൾ ഈ കളൈഞ്ഞർ ഭാഗത്തുള്ളതാണ് ഇപ്പോൾ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കണമെന്ന് തോന്നുന്നു. നമുക്ക് ബീച്ചിൻ്റെ മെയിൻ എൻട്രൻസ് പോയി നോക്കാം. ഈ ഏരിയയിൽ ഭയങ്കര ക്രൗഡാണ്. സംഭവം ഇത് ചെന്നൈയിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇവിടെ ചെന്നൈയിൽ വരുന്നവരൊക്കെ സന്ദർശിക്കുന്ന സ്ഥലം മീൻസ് ഈ മറീന ബീച്ച്, അണ്ണാ സമാധി എന്നൊക്കെ പറഞ്ഞു. ജയലളിതൻ്റെയൊക്കെ സമാധി MGR'തൊക്കെ ഇതിൻ്റെ അകത്തുള്ളത്. പക്ഷേ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, കാരണം ഞാൻ അതിന് മുമ്പ് അവിടെ സിയാർത്ത് ചെയ്തതാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ വന്ന സമയത്ത് ബീച്ച് കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ബീച്ച് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ കോയമ്പേട് ബസ് കയറി അങ്ങോട്ട് പോകണം. ഇപ്പോൾ നല്ല ക്രൗഡാണ് ഇവിടെ ഉണ്ടോ, കാരണം ചെന്നൈയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇപ്പോൾ എക്സ്കർഷൻ ടൂർ, എഡ്യൂക്കേഷൻ ടൂർ ഇങ്ങനെ വരുന്നവരൊക്കെ ഇതിൽ പങ്കെടുക്കും. ആമാ ഭയങ്കര ക്രൗഡാണ്, നടക്കാൻ സ്ഥലമല്ല. കാരണം ഇവിടെ റിപ്പബ്ലിക് ഡേ കഴിഞ്ഞതിൻ്റെ ആ ഒരു ആഘോഷത്തിൻ്റെ ഡെക്കറേഷന്, ഫുൾ ഡെക്കറേഷനൊക്കെ അങ്ങനെ കാണാറ് അല്ലേ. എന്താണ് ഇവിടെ എന്ന് എനിക്കൊന്നും മനസ്സിലാവണില്ല. ഫുള്ള് ജനം. എന്താണിത്? അപ്പുറത്ത് പോകാൻ, ബീച്ചിലേക്ക് എങ്ങനെ പോവാ ഒന്നും അറിയില്ലല്ലോ. നമുക്ക് അതിൻ്റെ കൂടെ കയറി പോവാം, അല്ല എന്ത് ചെയ്യാം. ഫുള്ള് തിരക്ക്. ക്രൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക ക്രൗഡ്. എന്തിനാണ് അത്ര ജനം എന്നറിയാം. ഇവിടെ എവിടെയും കാലുത്താൻ സ്ഥലമല്ല, അത്രയും ആളിവിടെ. ബീച്ച് കുറേ മുന്നിലേക്ക് അങ്ങോട്ട് പോകണം, പക്ഷേ ജനം ഭയങ്കരതാണ്. ആ വഴി തീരെ സൗകര്യമില്ല. അതിലൂടെ ഭയങ്കര ഞെരുക്കാണ് എല്ലാവരും കൂടെ വരുന്നത്. ഒരു തിരക്കാണ് ഇവിടെ. കച്ചവടമാണ് എല്ലായിടത്തും, പലതരം കച്ചവടം, കടകൾ. കുതിരപ്പുറത്തൊക്കെ നല്ല പരിപാടി, ഫോട്ടോ എടുക്കലേ. ഫാസ്റ്റായിട്ട് തിരിയണം. ബീച്ചിൻ്റെ അടുത്തെത്തിയുള്ള അവസ്ഥ ഉണ്ടില്ലേ, ഇവിടെ മൊത്തം ആൾക്കാരാണ്. അയ്യോ, വെള്ളത്തിൽ ചാടുന്ന കുറേ ആൾക്കാർ. ചെരുപ്പ് കഴിച്ചിട്ട് എല്ലാവരും പോയി. ഒരു മഴക്കാറ് മൂടിയ പോലെ ഉണ്ട്, വെളിച്ചല്ല, ഒരു ബ്രൈറ്റ്നെസ് ഇല്ല.
ആൾക്കാർക്ക് ഒരു നിയന്ത്രണമല്ലല്ലോ, എല്ലാവരും അത് ഇറങ്ങിപ്പോണേ. മറ്റുള്ള ബീച്ചിലൊക്കെ പോകുമ്പോൾ പോലീസുകാർ പിസ്റ്റടിച്ചിട്ട് എല്ലാത്തിനും കയറൊക്കെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ പുറത്തേക്ക് വിടുക പോലുമില്ല. എപ്പോഴും ഇങ്ങനെ തന്നെയാണോ ഇന്ന് ഇങ്ങനെയാണോ എന്നറിയില്ല. അങ്ങറ്റം വരെ ഫുള്ള് ജനാണ് സൈഡിൽ. എന്തോ നല്ല ക്രൗഡ് വരുന്ന സ്ഥലമായതുകൊണ്ടായിരിക്കും, നിയന്ത്രിക്കാൻ പറ്റില്ലായിരിക്കും. അതിൽ ഭയങ്കര ക്രൗഡാണ് കേട്ടോ. ഞാൻ ബീച്ചിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് വന്നതാണ്. കുറേ ആദ്യമായിട്ട് ബീച്ചിൽ അതുവരെ വരും. പിന്നെ ഇവിടുന്ന് ഒരുപാട് ദൂരം നടന്നു വരാനുണ്ട്. റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് നടക്കാണ്. നമുക്ക് കാണുമ്പോൾ അടുത്തേ തോന്നുമെങ്കിലും നടന്നു കഴിഞ്ഞാൽ എത്തില്ല. ഈ ഈവനിങ് ടൈം ആയതുകൊണ്ടായിരിക്കും ഇത്ര ആള്, ഭയങ്കര ജനം. ഉച്ച സമയത്തൊന്നും കൊണ്ട് വരാൻ പോലും പറ്റില്ല, ഭയങ്കര കാറ്റല്ലേ, വെയിലല്ലേ. മണലിൽ കൂടെ നടക്കാൻ വയ്യ, ഓടേണ്ടി വരുന്നത്. അത്ര ദൂരം നടന്നിട്ട് എത്തുന്നില്ല മണലിൽ. ഇനി നമ്മളിവിടുന്ന് ബസ് കയറാണ്. ഇനി കോയമ്പേട് ബസ് സ്റ്റാൻഡിലേക്ക് ഇവിടുന്ന് ബസ് കിട്ടുമല്ലോ എന്നുള്ളത് അറിയില്ല. ഇനി പുറത്തിറങ്ങി പോകേണ്ട കാര്യം ആലോചിക്കാൻ കഴിഞ്ഞാൽ ക്രൗഡിൻ്റെ ഇടയിൽ കൂടെ പോകണം. ഞാൻ അതൊരു പണിയാണ്. എന്തായാലും പോയി നോക്കാം. ഏതായാലും നമ്മൾ പുറത്ത് ചാടി. ഡോക്ടർ MGR നൂറ്റാണ്ട് പറഞ്ഞൊരു കമാനം കണ്ടില്ലേ. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, ഇവിടെ അന്വേഷിച്ച് നോക്കണം ബസ് ഏതാ കിട്ടുകയെന്ന്. കിട്ടുമെന്ന് പോലും അറിയില്ല, പോയി നോക്കാം. ഇവിടെ നല്ല കാറ്റ്, കുറച്ചേരം ഇതിന് കാറ്റ് കൊണ്ടിട്ട് പോവാം. എന്തായാലും ഇപ്പോൾ തന്നെ ബസ് കയറുന്നില്ല. ബസ് ഇവിടെ വരും തോന്നുന്നുണ്ട്. ഇതിൽ നടക്കാനൊക്കെ നല്ല നടപ്പാതൊക്കെ ഉണ്ട് ഇവിടെ, നീറ്റായിട്ട്. ഈ ഒരു ഏരിയ ഇവിടുന്ന് അങ്ങോട്ട് നേതാജി റോഡ്, സെക്രട്ടേറിയറ്റിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ പോകുന്ന റോഡ് മൊത്തം നല്ല നീറ്റ് ഏരിയയാണ്. മെഡ്രാസിൻ്റെ ഒരു ശരിക്കുള്ളൊരു മുഖച്ചായ ഭാഗങ്ങളാണ് മൊത്തം. പിന്നെ അകത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളില്ല. ഇവിടെ ഒന്നും കുഴപ്പമില്ല, നല്ല അടിപൊളിയാണ്. പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊരു ബസ് കിട്ടി. കോയമ്പേട്, നേരെ കോയമ്പേട് പോകാം. കോയമ്പേട് ഓരോ ബസ്സിന് ഓരോ റേറ്റാണ്. നമ്മൾ അവിടുന്ന് കോയമ്പേടുന്ന് ഫസ്റ്റ് വന്നപ്പോൾ ബസ്സിന് 11 രൂപ ടിക്കറ്റ് നമ്മൾ തരാൻ. ഇതിനങ്ങോട്ട് പോകുന്നത് വേറെ കാറ്റഗറിയിലുള്ള ബസ്സാണ്. ഇതിന് 27 രൂപ ചാർജ്. സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സെക്രട്ടേറിയറ്റിന് വേണ്ടി കെട്ടിയ മന്ദിരമായിരുന്നു. പിന്നീട് അത് ഹോസ്പിറ്റലായി മാറി. സിറ്റി ട്രെയിൻ പോകുന്നു. സിറ്റിൻ്റെ ഉള്ളിലുള്ള റോഡുകളാണ് അതൊക്കെ. എഗ്മോർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. വലത്തോട്ട് കാണുന്നതാണ് എഗ്മോർ റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ ഉള്ളിൽ
ഇവിടെ ഈ സിറ്റീൻ്റെ ഉള്ളിലൂടെയും പുറത്തോടെയും പല ഭാഗത്തുകൂടി ഓടുന്നുണ്ട് ഈ കാണുന്നൊരു അഴുക്ക് ചാല്. ഇതിൻ്റെ ഒരു സ്മെല്ല് എവിടെ പോയാലും ഉണ്ടാവും. അവിടെ അതിൻ്റെ ബാക്കിൽ കാണുന്നത് അഴുക്ക് ചാലാണ്. വിജയകാന്ത് സമാധി ഇവിടെയാണുള്ളത്. ഇവിടെ ഫുൾ ആളാണ്. അവിടെ ഫുൾ ആളാണ്. എല്ലാവരും ആരും കൗണ്ടില്ല. അത് സൗണ്ട് കൊടുത്ത ഞാൻ കോയമ്പേട് തിരിച്ചെത്തി. കോയമ്പേട് ബസ് സ്റ്റാൻഡ് പുറത്ത് പോവാം. നല്ല വിശപ്പുണ്ട്, വല്ലതും കഴിക്കണം. ഞാൻ ആ ബീച്ച് സൈഡിൽ നിന്നൊക്കെ ഒരുപാട് ഫുഡ് എനിക്ക് അവിടെ കഴിക്കാൻ ഭയങ്കര ഒരു നീറ്റ്നെസ് ഇല്ല, അപ്പം കഴിച്ചില്ല. ഇനി വേറെ എവിടെയെങ്കിലും നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം ഉണ്ടെന്ന് വെച്ചോളൂ, ഉണ്ടെങ്കിൽ അവിടെ വാങ്ങി കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഇന്നത്തെ പ്രോഗ്രാമുകളെല്ലാം ക്യാൻസൽ ചെയ്ത് ഞാൻ റൂമിലേക്ക് പോവുകയാണ്. ഇനി സമയമില്ല, ഒരുപാട് വൈകിപ്പോയി. അപ്പോൾ ഇനി നാളെ രാവിലെ നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് കാണാൻ വേണ്ടി പോകും. അപ്പോൾ അതിനി അത് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചെന്നൈയിൽ നിന്ന് വിടും. ചെന്നൈയിൽ വേറെ ഉണ്ടെങ്കിൽ ഞാൻ പോകും. അപ്പോൾ ഇന്ന് വീട് ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് റൂമിലേക്ക്. നല്ല ട്രാഫിക്കുള്ള ഏരിയയാണ്. മുകളിലൂടെ മെട്രോ പോകുന്നുണ്ട്. ഒരു സൈഡിലൂടെ ഇങ്ങനെ പോകുന്നു ഞാൻ. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.